ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിന്ധുവിന്റെ പോഷക നദികൾ, പ്രധാനമായിട്ടും പഞ്ചനദികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചനദികളില് ചിനാബ്, ജലം, രവി തുടങ്ങിയ നദികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിയാസ്, സത്ലജ് തുടങ്ങിയ നദികളാണ്. അതുമാത്രമല്ല സിന്ധുവിന്റെ മറ്റു പ്രധാനപ്പെട്ട പോഷക നദികളും ഇന്ന് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് സത്ലജ് എന്ന് പറയുന്ന നദിയെ പറ്റിയാണ്. സത്ലജ് എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് സത്ലജ് ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ നിന്ന് സത്ലജ് നേരെ ഹിമാചൽ പ്രദേശിലേക്ക് വരുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് പഞ്ചാബിലേക്ക് വരുന്നു. പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് അത് നേരെ ചിനാബ് എന്ന് പറയുന്ന നദിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സത്ലജ് എന്ന് പറയുന്ന നദി പതിക്കുന്നത് ചിനാബിൽ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട നദികളെല്ലാം വന്ന് പതിക്കുന്നത് ചിനാബിലേക്കാണ്. ചിനാബ് പിന്നീട് മിതാൻകോട്ടിൽ വെച്ച് സിന്ധു നദിയുമായിട്ട് ചേരുന്നു. ഇനിയും ഈ പഞ്ചനദികളിൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഏക നദി സത്ലജ് ആണ്. പഞ്ചനദികളിൽ ഇന്ത്യക്ക് പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഏക നദി സത്ലജ് ആണ്. ആ സത്ലജ് ഉത്ഭവിക്കുന്ന സ്ഥലമാണ് രക്ഷാസ്ഥൽ ഹിമാനി. അപ്പോൾ രക്ഷാസ്ഥൽ ഹിമാനി എവിടെയാണ്? ടിബറ്റിലാണ്. ടിബറ്റിലെ രക്ഷാസ്ഥൽ ഹിമാനിയിൽ നിന്നാണ് സത്ലജ് എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഏക പഞ്ചനദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഓർമ്മയുണ്ടോ? ഏറ്റവും വലിയ പോഷക നദി ഏതായിരുന്നു? അത് ചിനാബായിരുന്നു. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബായിരുന്നു. എന്നാൽ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി, ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്, ഇൻഡസിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത്? സത്ലജ് എന്ന് പറയുന്നത്. വലിയ പോഷക നദി ചിനാബാണ്. ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത്? സത്ലജ് എന്ന് പറയുന്നത്. സത്ലജ് ഋഗ്വേദത്തിൽ അറിയപ്പെടുന്ന പേരാണ് ശതദ്രു എന്നറിയപ്പെടുന്നു. സത്ലജ് ഋഗ്വേദത്തിൽ അറിയപ്പെടുന്ന പേരാണ് ശതദ്രു. ഋഗ്വേദത്തില് സത്ലജ് അറിയപ്പെടുന്ന പേരാണ് ശതദ്രു എന്നറിയപ്പെടുന്ന നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു ചില പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസ്കിനി, ഇസ്കാമതി, ചന്ദ്രഭാഗ ആരുടെ പേരുകളായിരുന്നു? ചിനാബിന്റെ പേരുകളായിരുന്നു. വിദാസ്ത, ഹൈഡാസ്പസ് ആരുടെ പേരാണ്? ജലം നദിയുടെ പേരാണ്. പരുഷ്ണി, ഐരാവതി ആരുടെ പേരുകളാണ്? രവി നദിയുടെ പേരുകളായിരുന്നു. ഇനിയും നമ്മൾ പഠിച്ച ശതദ്രു ആരുടെ പേരാണ്? സത്ലജിന്റെ പേരാണ്. സത്ലജ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശതദ്രു. ഇനിയും ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചുരം വഴിയാണ്. ആ ചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ഷിപ്കില ചുരം വഴിയാണ് സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി ഏതാണ്? സത്ലജ് ആണ്. ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സത്ലജുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് നമ്മൾ സിന്ധു പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള ഇന്ത്യൻ നദി സിന്ധുവാണ്. അത് പഠിച്ചുറപ്പിച്ചു പോയതാണ്. അവിടെ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കും. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള പഞ്ചനദി ഏതാണ്? ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള പഞ്ചനദിയിൽ സിന്ധു ഉണ്ടോ? ഇല്ല. പഞ്ചനദിയിൽ സിന്ധുവിന്റെ 5 ട്രിബ്യൂട്ടറികൾ മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള പഞ്ചനദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള പഞ്ചനദി ഏതാണ്? സത്ലജ് ആണ്. അങ്ങനെ സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് പഞ്ചാബിലേക്ക് വരുന്നു. പഞ്ചാബിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ലുധിയാന എന്ന് പറയുന്നത്. പഞ്ചാബിലെ ലുധിയാന ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലമാണ് ലുധിയാന. പഞ്ചാബിലെ ലുധിയാന ഏത് നദിയുടെ തീരത്താണ്? സത്ലജിന്റെ തീരത്താണ്. നമ്മൾ പഠിച്ചു. ജമ്മു ഏത് നദിയുടെ തീരത്താണ്? താവി നദിയുടെ തീരത്താണ്. ശ്രീനഗർ ജലം നദിയുടെ തീരത്താണ്. ലഡാക്ക്, ലേയ സിന്ധുവിന്റെ തീരത്താണ്. അങ്ങനെ ഓർത്തു വെച്ചു പഠിക്കണം. ലുധിയാന എവിടെയാ? ലുധിയാന പഞ്ചാബിലാണ്. എന്താണ്
ലുധിയാനയുടെ പ്രത്യേകത ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നു. ലുധിയാന ഏത് നദിയുടെ തീരത്താണ്? സത്ലജിന്റെ തീരത്താണ്. ഇനിയും സത്ലജുമായി ബന്ധപ്പെടുമ്പോൾ സത്ലജിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കനാല് നമ്മൾ പഠിച്ചു വെക്കണം. ആ കനാലിന്റെ പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ്. ദ ലോങ്സ്റ്റ് കനാൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാല്. പണ്ട് ഇതിന്റെ പേര് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് ഇന്ദിരാഗാന്ധി കനാൽ എന്നാക്കി മാറ്റി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലായ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് ജലം എത്തിക്കുന്നത്, ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലാണ്, ആ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് ജലം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? സത്ലജിൽ നിന്നാണ്. അപ്പോൾ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയായ സത്ലജിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്ലജിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ടിബറ്റിലാണ്. ടിബറ്റിൽ എവിടെയാണ്? രക്ഷാസ്ഥൽ ഹിമാനിയാണ്. ഇന്ത്യക്ക് പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഏക പഞ്ചനദിയാണ് ഏത്? സത്ലജ് എന്ന് പറയുന്നത്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത്? സത്ലജ്. സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. പഞ്ചാബിലെ ലുധിയാന സത്ലജിന്റെ തീരത്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് ജലം എത്തിക്കുന്ന നദിയാണ് ഏത്? സത്ലജ് എന്ന് പറയുന്നത്. ഇനിയും സത്ലജിലെ പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് ഭക്രാനങ്കൽ എന്ന് പറയുന്നത്. ഭക്രാനങ്കൽ ഡാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായ ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനിയും ഹിമാചൽ പ്രദേശില് സത്ലജിലുള്ള മറ്റൊരു അണക്കെട്ടിന്റെ പേരാണ് നാത്പ ജാക്രി എന്ന് പറയും. നാത്പ ജാക്രി ഡാം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശില് സത്ലജിലുള്ള മറ്റൊരു അണക്കെട്ടിന്റെ പേരാണ് കോൾ അണക്കെട്ട്. എവിടെയാണ്? സത്ലജ് നദിയിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഡാമിന്റെ പേര് ഓർത്തു വെക്കുക. ഒന്നാമത്തതിന്റെ പേര് ഭക്രാനങ്കൽ, 2 നാത്പ ജാക്രി, 3 കോൾ ഡാം. ഈ 3 ഡാമുകൾ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഈ 3 ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അങ്ങനെ സത്ലജ് പഞ്ചാബിലൂടെ വന്ന് പാകിസ്ഥാനിലൂടെ ഒഴുകുന്നു. ഏത് നദിയിലേക്ക് വന്നു ചേരുന്നു? ചിനാബിലേക്ക് വന്നു ചേരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സത്ലജിനെ പറ്റി നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. സത്ലജ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പഞ്ചനദി ഏതായിരിക്കും? ബിയാസ് ആണ് കേട്ടോ. ഏതാണ്? ബിയാസ് ആണ്. എവിടെ നിന്നാണ് ബിയാസ് ഉത്ഭവിക്കുന്നത്? ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ബിയാസ് ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഒരു ചുരത്തിൽ നിന്ന് തന്നെയാണ്. ആ ചുരത്തിന്റെ പേരാണ് റോഹ്താങ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ബിയാസ് ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നു, നേരെ പഞ്ചാബിലേക്ക് വരുന്നു. പഞ്ചാബിൽ നിന്ന് ബിയാസ് നേരെ പതിക്കുന്നത് സത്ലജിലേക്കാണ്. പഞ്ചാബിൽ നിന്ന് ബിയാസ് നേരെ പതിക്കുന്നത് എവിടെയാണ്? സത്ലജിലേക്കാണ്. ഈ വരച്ച ചിത്രങ്ങളിൽ, നമ്മൾ ഇതുവരെ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും ചെറിയ ചിത്രം ഏതാണ്? ബിയാസിന്റേതല്ലേ? അപ്പോൾ സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയതാരാണ്? സത്ലജ് ആണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? അത് ചിനാബാണ്. ഏതാണ്? ചിനാബാണ്. ഇനി നമ്മൾ വരച്ച നദികളൊന്ന് നമുക്ക് വീണ്ടും പരിചയപ്പെടാം. ഇത് ജലം നദിയാണ്, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട്. ഇത് ചിനാബാണ്, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട്. ഇത് രവിയാണ്, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട്. ഇത് സത്ലജ് ആണ്, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട്. എന്നാൽ ഈ നദി നോക്കുക, ബിയാസ് ആണ്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ടോ? ഇല്ല. കാരണം പഞ്ചാബിൽ വെച്ച് ഏത് നദിയോടുകൂടി വന്നു ചേരുന്നു? സത്ലജിനോടുകൂടി വന്നു ചേരുന്നു. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക പഞ്ചനദി, ഏക പഞ്ചനദിയാണ് ഏതെന്ന് പറയുന്നത്? ബിയാസ് എന്ന് പറയുന്നത്. ഇനിയും ഇന്ത്യയിലെ നദികൾക്ക് പൊതുവെ ഒരുപാട് പേരുകളുണ്ട്. പേരുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. ശതദ്രു എന്നറിയപ്പെടുന്ന നദി സത്ലജ് ആണ്. ബിയാസിന്റെ മറ്റൊരു പേരാണ് വിപാസ. ഋഗ്വേദത്തിലെ വിപാസ എന്നറിയപ്പെടുന്നത് ബിയാസ് ആണ്. ഇനി ബിയാസിന് മറ്റൊരു സംസ്കൃത പേരുണ്ട്, അതാണ് അർജികുജ. വിപാസ, അർജികുജ പേരുകൾ അറിയപ്പെടുന്നത്
നദി ഏതാണ്? ബിയാസ് ആണ്. ഇനി ഈ ബിയാസ് ഒഴുകുന്നത് ഹിമാചൽ പ്രദേശിലെ കുളു മണാലി താഴ്വരകളിലൂടെയാണ്. ഹിമാചൽ പ്രദേശിലെ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ് ആണ്. ജമ്മു കാശ്മീരിലെ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ജലമാണ്. നീലം താഴ്വരകളിലൂടെ ഒഴുകുന്നത് കിഷൻ ഗംഗയാണ്. ഈ പോയിന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചതാണ്. ഇനി നിങ്ങൾ ഒരു ബിയാസിലെ അണക്കെട്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ബിയാസിലെ ഒരു ഡാം പഠിക്കുകയാണെങ്കിൽ അതിന്റെ പേര് മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്നായിരിക്കണം. മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്നായിരിക്കണം. മഹാറാണ പ്രതാപ് സാഗർ ഡാം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശില് ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. ഈ മഹാറാണ പ്രതാപ് സാഗർ ഡാമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോങ് ഡാം. പോങ് ഡാം എന്നറിയപ്പെടുന്ന ഡാമാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. അത് ബിയാസ് നദിയിലാണ്. ചേർത്ത് വെച്ച് പഠിക്കണം. റാണ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാനിലാണ്. ചമ്പൽ നദിയിലാണ്. യമുനയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ചമ്പൽ നദിയിലാണ് റാണ പ്രതാപ് സാഗർ ഡാം. അത് ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. ഈ ഡാമിന്റെ പേര് എങ്ങനെയാണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം. ഹിമാചൽ പ്രദേശില് ബിയാസ് നദിയില് മഹാറാണ പ്രതാപ് സാഗർ ഡാമിന്റെ മറ്റൊരു പേരാണ് ഏതാ? പോങ് ഡാം. കേട്ടോ, ഏതാണ്? പോങ് ഡാം. അപ്പം ബിയാസ് എന്ന് പറയുന്ന നദിയെ പറ്റിയാണ് നമ്മൾ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്തത്? പഠിച്ചത്. ബിയാസിന്റെ ഒറിജിൻ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ഏത്? ബിയാസ് എന്ന് പറയുന്നത്. ബിയാസിന്റെ മറ്റൊരു പേരാണ് ഏത്? വിഭാസ അർജിക്കുജ. ബിയാസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. മഹാറാണ പ്രതാപ് സാഗർ ഡാമിന്റെ മറ്റൊരു പേര് ഏതാണ്? പോങ് ഡാം. കേട്ടോ, ഏതാണ്? പോങ് ഡാം. അപ്പോൾ പഞ്ചനദികളെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. പഞ്ചനദികളെ പറ്റി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. പഞ്ചനദികൾ കൂടാതെ പോഷക നദികൾ ആർക്കുണ്ട്? സിന്ധുവിനുണ്ട്. അത്തരത്തിൽ പോഷക നദികളെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ പേരെന്ന് പറയുന്നത് നൂബ്ര റിവർ ആണ്. നൂബ്ര നദിയാണ്. ഏകദേശം സിയാച്ചിന്റെ ഭാഗത്തുകൂടി ഒഴുകുന്ന നദിയാണ് ഏതാ? നൂബ്ര എന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഏകദേശം 2021-22 പരീക്ഷകളിൽ ഏകദേശം 4 തവണയോളം ചോദിച്ച ചോദ്യമാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നൂബ്രയാണ്. യഥാർത്ഥത്തിൽ ഈ നൂബ്ര നദി നേരെ വന്നു പതിക്കുന്നത് മറ്റൊരു നദിയായിട്ടുള്ള ഷോക്കിലേക്കാണ്. ഷോക്ക് എന്ന് പറയുന്ന നദിയിലേക്കാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തായിരിക്കും? ഷോക്ക് അടിക്കും എന്നല്ല നമ്മൾ പറയും അല്ലെ? ഷോക്ക് അടിച്ചാൽ എന്തുണ്ടാവും? ചിലപ്പോൾ മരിച്ചു പോകും അല്ലെ? റിവർ ഓഫ് ഡെത്ത്. അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. റിവർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് ഏതാ? ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നൂബ്ര നദി നേരെ വന്ന് പതിക്കുന്ന എവിടേക്കാണ്? ഷോക്കിലേക്കാണ്. ഷോക്ക് വന്ന് പതിക്കുന്ന എവിടേക്കാണ്? സിന്ധു നദിയിലേക്കാണ്. അപ്പോൾ സിന്ധുവിന്റെ ട്രിബ്യൂട്ടറികളായിട്ട് പരിഗണിക്കാവുന്ന 2 നദികളാണ് നൂബ്ര, ഷോക്ക് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പഞ്ചനദികളെ പറ്റിയാണ്. പഞ്ചനദികൾ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന നദികളാണ് നൂബ്ര, ഷോക്ക് എന്ന് പറയുന്നത്. നൂബ്രയെ പറ്റിയുള്ള പോയിന്റ് എന്താണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നൂബ്രയാണ്. റിവർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്ന ഏതാണ്? ഷോക്കാണ്. ഇനിയും സിന്ധുവിന്റെ മറ്റൊരു ട്രിബ്യൂട്ടറിയാണ് സുരു എന്ന് പറയുന്നത്. സിന്ധുവിന്റെ മറ്റൊരു ട്രിബ്യൂട്ടറി ആയിട്ട് പരിഗണിക്കാവുന്ന നദിയാണ് സുരു എന്ന് പറയുന്നത്. സുരു നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാർഗിൽ എവിടെയാണ്? ലഡാക്കിലെ ഒരു സ്ഥലമാണ് അല്ലെ? ലഡാക്കിലെ കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ലഡാക്കിലെ കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് സുരുവിന്റെ തീരത്താണ്. നമ്മൾ പഠിച്ചു ലഡാക്ക് സ്ഥിതി ചെയ്യുന്ന സിന്ധുവിന്റെ തീരത്താണ്. ലേ സ്ഥിതി ചെയ്യുന്ന സിന്ധുവിന്റെ തീരത്താണ്. കറാച്ചിയും റാവൽപിണ്ടിയും മോഹൻജദാരോയും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിന്ധുവിന്റെ തീരത്താണ്. ഇനിയും ജമ്മു സ്ഥിതി ചെയ്യുന്നത് താവി നദിയുടെ തീരത്താണ്. ചമ്പ, ഹാരപ്പ, ലാഹോർ സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ്. ലുധിയാന സ്ഥിതി ചെയ്യുന്നത് സത്ലജിന്റെ തീരത്താണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്, ലഡാക്കിലെ കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സുരു നദിയുടെ തീരത്താണ്. ഇനിയും 2019 പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്
ചൂതക്ക് ഡാം. അന്ന് ആദ്യമായിട്ടാണ് PSC ആ ഡാമിന്റെ പേര് ചോദിക്കുന്നത്. ചൂതക്ക് ഡാം. ചൂതക്ക് ഡാം എവിടെയാണ്? ചൂതക്ക് ഡാം എവിടെയാണ്? ചൂതക്ക് ഡാം കാർഗിലാണ്. ഏത് നദിയിലാണ്? സുരു നദിയിലാണ്. അപ്പോൾ സുരു നദിയിൽ സ്ഥിതി ചെയ്യുന്ന, കാർഗിലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ചൂതക്ക് ഡാം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചനദികൾ കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട 3 പ്രധാനപ്പെട്ട പോഷക നദികളാണ് നൂബ്ര, ഷോക്ക്, സുരു തുടങ്ങിയ നദികൾ. നൂബ്ര, ഷോക്ക്, സുരു തുടങ്ങിയ നദികൾ. ഇനിയും ഇത് കൂടാതെയും സിന്ധുവിന് പോഷക നദികളുണ്ട്. വളരെ റെയറായിട്ട് ചോദിക്കുന്ന നദികൾ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന സമയത്ത് ഏത് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും ആൻസർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാൻസ്കർ എന്ന് പറയുന്ന നദി. സാൻസ്കർ, ചിലപ്പോൾ സസ്കർ എന്ന് തരാറുമുണ്ട്. സാൻസ്കർ എന്ന് പറയുന്നത് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറി ആണ്. ഹുൻസ എന്ന് പറയുന്നത്, ഹുൻസ സിന്ധുവിന്റെ ട്രിബ്യൂട്ടറി ആണ്. സ്വാത്ത്, സ്വാത്ത് എന്ന് പറയുന്നത് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറി ആണ്. കാബുൾ, കാബുൾ എന്ന് പറയുന്നത് അഫ്ഗാന്റെ ക്യാപിറ്റൽ ആണ്. കാബുൾ എന്ന് പറയുന്നത് ഈ അഫ്ഗാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കാബൂളിലൂടെ ഒഴുകുന്ന നദിയാണ് കാബൂൾ റിവർ എന്ന് പറയുന്നത്. അത് പിന്നീട് പാകിസ്ഥാനിൽ വെച്ച് ആരുമായിട്ട് ചേരുന്നു? സിന്ധു നദിയുമായി ചേരുന്നു. സിന്ധുവിന്റെ ട്രിബ്യൂട്ടറി ആണ് ഏതാ? കാബൂൾ എന്ന് പറയുന്നത്. ഖുറം, ഖുറം എന്ന് പറയുന്നത് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറികളാണ്. അപ്പോൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ഇത്രയും പോഷക നദികൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് പഞ്ചനദികളാണ്. പഞ്ചനദികൾ എന്ന് പറയുന്നത് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, അതാണ് പഞ്ചനദികൾ എന്ന് പറയുന്നത്. പഞ്ചനദികൾ കഴിഞ്ഞാൽ പഠിച്ചു വെക്കേണ്ട 3 നദികളാണ് നൂബ്ര, ഷോക്ക്, സുരു. നൂബ്ര, ഷോക്ക്, സുരു. അതിനുശേഷം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട നദികളാണ് സാൻസ്കർ, ഹുൻസ, സ്വാദ്, കാബൂൾ, ഖുറം തുടങ്ങിയ നദികൾ. ഇനിയും ഈ നദികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മാറിപ്പോകുന്ന ചില പോയിന്റുകളുണ്ട്. ഒന്ന്, ഒറിജിനുമായി ബന്ധപ്പെട്ടത്. എവിടെയായിരുന്നു ചിനാബിന്റെ ഒറിജിൻ? എവിടെയായിരുന്നു ചിനാബിന്റെ ഒറിജിൻ? ബാരാലാച്ചാല പാസ് ആയിരുന്നു. എവിടെയായിരുന്നു ജലം നദിയുടെ ഒറിജിൻ? എവിടെയായിരുന്നു? ജമ്മു കാശ്മീരിലെ വെരിനാഗ് ഹിമാനി ആയിരുന്നു. രവി നദിയുടെ ഒറിജിൻ എവിടെയായിരുന്നു? ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്ട് ആയിരുന്നു. ബിയാസിന്റെ ഒറിജിൻ എവിടെയായിരുന്നു? ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരമായിരുന്നു. സത്ലജിന്റെ ഒറിജിൻ എവിടെയായിരുന്നു? ടിബറ്റിലെ രക്ഷാസ്ഥൽ ഹിമാനി ആയിരുന്നു. പിന്നീട് മാറിപ്പോകുന്നത് പഴയ പേരുകളാണ്. ബിയാസിന്റെ പേരുകൾ, ബിയാസിന്റെ പേരുകൾ എങ്ങനെയായിരുന്നു? ബിയാസിന്റെ പേരുകളായിരുന്നു അർജിക്കുജ, വിപാസ. അർജിക്കുജ, വിപാസ ബിയാസിന്റെ പേരുകളായിരുന്നു. ചിനാബിന്റെ പേരുകളായിരുന്നു അസ്കിനി, ഇസ്കാമതി, ചന്ദ്രഭാഗ. അസ്കിനി, ഇസ്കാമതി, ചന്ദ്രഭാഗ ചിനാബിന്റെ പേരുകളായിരുന്നു. വിദാസ്ത, ഹൈഡാസ്പസ്. വിദാസ്തയും ഹൈഡാസ്പസും ആരുടെ പേരാണ്? ജലം നദിയുടെ പേരാണ്. ഐരാവതി, പരുഷ്ണി. ഐരാവതിയും പരുഷ്ണിയും ആരുടെ പേരുകളാണ്? രവിയുടെ പേരുകളാണ്. ശതദ്രു, സത്ലജ് ആണ്. ശതദ്രു ആരായിരുന്നു? സത്ലജ് ആയിരുന്നു. സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദി സത്ലജ് ആണ്. സിന്ധുവിന്റെ വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ചെറിയ പോഷക നദി ബിയാസ് ആണ്. ദ റിവർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മരണത്തിന്റെ നദി ആരായിരുന്നു? ഷോക്ക് ആയിരുന്നു. എന്നാൽ സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നൂബ്രയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ ചോദിച്ച എല്ലാ പോയിന്റുകളും, സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ഇതുവരെ ചോദിച്ച എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത്. സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ഇതുവരെ ചോദിച്ച എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ആയിരുന്നു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കുക. അങ്ങനെ മാത്രമേ എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം.